ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല സ്കിൻ സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രീമുമായിട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ മുഖം കണ്ടിട്ടില്ലേ, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ ആകാൻ ഇത് സഹായിക്കും. നമ്മളൊരു 35-40 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് വളരെ റഫായിട്ടുള്ള ഒരു സ്കിൻ പലർക്കും കാണുന്നുണ്ട്. ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രീമാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആൽമണ്ട് അഥവാ ബദാമാണ്. ഇത് നമ്മുടെ എല്ലാ വീടുകളിലുള്ളതായിരിക്കും ബദാം. ഇതിനെ ഞാൻ തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ടിട്ടുള്ള ബദാമാണ് ഈ കാണുന്നത്. ഇതിനെ വെള്ളത്തിലിട്ട് കുതിർന്നു കഴിഞ്ഞാൽ ഒരു 8-10 മണിക്കൂറെങ്കിലും കുതിരണം. അപ്പോൾ അതിൻ്റെ സ്കിന്നെല്ലാം നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്കിന്നെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മസാലയൊന്നും അരച്ചതാവരുത്, നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തായിരിക്കണം. അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചല്ല ഇത് അരക്കേണ്ടുന്നത്, റോസ് വാട്ടർ ഉപയോഗിച്ചാണ് അരക്കേണ്ടുന്നത്. ആദ്യം നമ്മളത് അരച്ചെടുത്തതിന് ശേഷം അരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റോസ് വാട്ടർ തന്നെ ഉപയോഗിച്ച് വീണ്ടും നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ പാലാണ് നമുക്ക് വേണ്ടുന്നത്, ബദാമിൻ്റെ പാല്. അതുകൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നതാണ് നന്നായിട്ട് ഇതിൻ്റെ പാല് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഏറ്റവും നല്ലത് അരിപ്പയിലൂടെ അരിച്ചെടുക്കുമ്പോൾ ചെറിയ ചെറിയ തരികളൊക്കെ അതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബദാം മിൽക്കിലേക്ക് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ വന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി കൊടുത്ത് ഓളാക്കിയാൽ അടുത്ത എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് സഫ്രോൺ അഥവാ കുങ്കുമപ്പൂവ്. ഇതിനെ ഒരു 8-10 പീസ് മതിയാവും. നമ്മളൊരു കുഞ്ഞു പാക്കറ്റ് 50 രൂപയുടെ 100 രൂപയുടെയൊക്കെ ഒരു കുഞ്ഞു പാക്കറ്റ് ഇന്ന് മിക്ക സൂപ്പർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് മേടിച്ച് വെച്ചിരുന്നാൽ ഇതുപോലെ പല ഫേസ് പാക്കുകളിലും പല കുക്കിങ്ങിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് സഫ്രോൺ. അതിൽ നിന്ന് ഒരു 8 അല്ലെങ്കിൽ 10 പൂവ് ഇത്രയും മതിയാവും. ഇതിനെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതിൽ നിന്ന് അതിൻ്റെ കളറെല്ലാം ഇളകി വരും. അപ്പോൾ എനിക്കിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ബദാം മിൽക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 10 ബദാം കുതിർത്ത് അരച്ചെടുത്തതിന് ശേഷം അതിന് അരയാൻ ആവശ്യമായ റോസ് വാട്ടറും ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടുന്നത് അലോവര ജെല്ലാണ്. അലോവര ജെല്ല് ഒരു 2 ടീസ്പൂൺ അളവിലുള്ള അലോവര ജെല്ലെടുക്കാം. ഇതിനെ നമ്മുടെ ബദാം മിൽക്കിനേക്ക് കുങ്കുമപ്പൂ ഇട്ട് കൊടുത്തതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ ചേർക്കേണ്ടുന്നത്. പിന്നെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ ഒരു 2-3 തുള്ളി ആൽമണ്ട് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ കുറച്ച് ബദാം ഓയിൽ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒരല്പം, ഒരുപാടൊന്നും വേണ്ട, ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആൽമണ്ട് ഓയിൽ ഒഴിവാക്കണമെന്നുള്ളവർക്ക് ഒഴിവാക്കാം. പകരം മറ്റു ഓയിലൊന്നും ഉപയോഗിക്കണമെന്നില്ല. ഇനി വിറ്റാമിൻ ഇ ക്യാപ്സൂളിൻ്റെ 1 ക്യാപ്സൂളിൻ്റെ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത്രയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യാൻ ഒരല്പം സമയം എടുത്ത് തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ അലോവേര ജെല്ലും ഇതും ബദാം മിൽക്കും സഫ്രോണും കൂടിയൊക്കെ ഒന്ന് മിക്സായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മളൊരു 5-10 മിനിറ്റ് ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലായി കിട്ടും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു 10 മിനിറ്റ് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പം ദാണ്ടെ നല്ല സഫ്രോണിൻ്റെ എല്ലാം കളറും ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല ഒരു ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നല്ല വൃത്തിയുള്ള ഉണങ്ങിയ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലേക്ക് നമുക്ക് ഇതിനെ ഇതുപോലെ ആക്കി വയ്ക്കാം. അതിനുശേഷം ഇതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത്രയും നമുക്ക് തന്നെ ഒരാഴ്ചയിൽ കൂടുതലൊക്കെ ഉപയോഗിക്കാനുള്ളതുണ്ട്. ഇത്ര മാത്രം കുറേശ്ശെ ഉണ്ടാക്കി ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതി. തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഗ്ലോ കിട്ടുന്ന സ്കിൻ വൈറ്റനിങ് ആവുന്ന നല്ല ബേബി സ്കിൻ എന്ന് പറയുന്ന പോലെ നല്ല സ്മൂത്ത് സ്കിന്നാവുന്ന സഹായിക്കുന്ന ഒരു ക്രീമാണിത്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടുന്നത് ദിവസം 2 നേരം ഉപയോഗിക്കാം. രാവിലെ ഒരു നേരം കുളിക്കുന്നതിനൊക്കെ മുമ്പിട്ട് ഒന്ന് മസാജ് ഈ ക്രീം ഉപയോഗിച്ച് നന്നായിട്ട് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഉണങ്ങാൻ അനുവദിക്കുക.
രാത്രിയിലും അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഫേസ് മൊത്തം അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് കൊടുത്തതിന് ശേഷം ഉടനെ കഴുകി കളയരുത്. അങ്ങനെ തന്നെ ഉണങ്ങാൻ അനുവദിക്കുക. അതുപോലെ ഉറങ്ങുക. രാവിലെ മാത്രം കഴുകി കളയുക. അപ്പോൾ ഇത് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഗ്ലോ കിട്ടുന്ന നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് and supporting.